CPIഎമ്മും CPIയും തമ്മിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തർക്കം, പ്രത്യേകിച്ച് ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അതായത് CPIഎം തന്നെയാണ് ആ പദവി ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, ഞാനൊരു കത്ത് കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇന്നിപ്പോൾ LDF കൺവീനർ പറഞ്ഞു അങ്ങനെയല്ല, അത് ഡിസ്കഷൻ ടേബിളിൽ തന്നെയുള്ള വിഷയമാണ്, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. മുൻപായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഒരു തീർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ LDF കൺവീനറോ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ മറിച്ചു വാക്ക് പറയുന്നത് നമുക്ക് ഓർമ്മയിലുണ്ടായിട്ടുള്ള കാര്യമല്ല കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ. പക്ഷേ ഇത്തവണ പിണറായി വിജയൻ പറഞ്ഞ ആ വാക്കിനെ LDFൻ്റെ കൺവീനർ തിരുത്തുകയാണ്. ഞങ്ങളത് ഓൾറെഡി ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, തീരുമാനമായിട്ടില്ല എന്ന്. കഴിഞ്ഞ ദിവസം P. ജയരാജൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. അതിലും അദ്ദേഹം ഈ പാർട്ടി നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പാർട്ടി തന്നോട് ചെയ്തിട്ടുള്ള പാതകങ്ങളെക്കുറിച്ച് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും വളരെ പ്രത്യക്ഷ സ്വഭാവത്തിലുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് കണ്ടു. പിണറായി വിജയൻ പറയുന്നത് അവസാന വാക്കായിരുന്ന കാലം അവസാനിച്ചോ എന്ന് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത വിഷയമായിട്ട്. അജിംസിന് എന്താണ് തോന്നുന്നത്, ഈ ലെഫ്റ്റിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും അതിനൊരു ഐക്യ സ്വഭാവമുള്ള ഒരു ശക്തിയുള്ള പ്രതിപക്ഷമായിട്ട് ഇപ്പോഴും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ആൾക്കാർക്ക്. അല്ല, CPM സംബന്ധിച്ച് LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി CPM ആണല്ലോ. CPMനെ സംബന്ധിച്ച് അവരൊരു വലിയ കറക്റ്റീവ് മെഷറിലേക്ക്, ഒരു പക്ഷേ ആ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കറക്റ്റീവ് മെഷർ എന്ന് പറയാം. ഇതിനു മുമ്പ് പല പ്ലീനങ്ങളും അതും തെറ്റുതിരുത്തൽ രേഖയും സാൽക്കിയ പ്ലീനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം എന്താണ് സൈദ്ധാന്തികമായ വ്യതിചലനത്തെക്കുറിച്ചോ പ്രത്യയശാസ്ത്ര വ്യതിചലനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംഘടനാ വീഴ്ചയെക്കുറിച്ചൊക്കെയാണ്. ഇതങ്ങനെയല്ല. ഈ വിശാല സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ CPM എങ്ങനെ നിലനിൽക്കും എന്നതിനെക്കുറിച്ച് അല്ല, ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കണം ഇന്ത്യയിൽ തന്നെ എങ്ങനെ നിലനിൽക്കണം എന്നുള്ളത്. ഇവിടെ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ അത്ര വളരെ നിർണായകമായൊരു വിശാല സംസ്ഥാന കമ്മിറ്റിയാണ് ചേരാൻ പോകുന്നത്. അപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുന്നോടിയായി CPMൽ ചില ഘടനാപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ പ്രത്യക്ഷത്തിലില്ലെങ്കിൽ പോലും അത് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കളും വ്യത്യസ്തമായ ശൈലിയിൽ, കഴിഞ്ഞ 10 വർഷം നമ്മൾ കാണാത്ത രീതിയിൽ വ്യത്യസ്തമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. ആ സംസാരിച്ചു തുടങ്ങുന്നൊരു സൂചനയാണ്. അതിനർത്ഥം അവരെല്ലാം പുറത്തു നിന്ന് തുറന്നു പറയും, ഞങ്ങളെല്ലാം ശരിയാക്കാൻ പോവാണ് എന്നൊന്നും അല്ല അതിനർത്ഥം. പക്ഷേ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഈ നിലവിലെ ഘടനയിൽ, ഞാൻ ഘടന എന്ന് ഉദ്ദേശിക്കുന്നത് നേതൃത്വം തന്നെയാണ്, ഈ ഘടനയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഒരു റബലിയൻ മൂവ്മെൻറ്റ് ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് CPMനെ സംബന്ധിച്ച് മറ്റൊരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് 10 വർഷത്തെ ഭരണത്തെ തുടർന്ന് വലിയ തിരിച്ചടി, വലിയ തോൽവി നേരിട്ടതിന് കാരണക്കാരനെന്ന് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും വിശ്വസിക്കുന്ന ആളെ തന്നെ പ്രതിപക്ഷ നേതാവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവരുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനില്ല, വേറൊരാൾ എടുത്തു വയ്ക്കാനില്ല അവിടെ. അപ്പോൾ അദ്ദേഹം ഈ മുന്നണിയെ പാർലമെൻ്ററി രംഗത്ത് നയിക്കുകയാണ്. അദ്ദേഹം ആകട്ടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, ആ സമീപനങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വിശാല സംസ്ഥാന കമ്മിറ്റി ഈ വിഷയങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇത് CPMൻ്റെ ആണ് ഉപനേതൃ പദവി, ഞാൻ കത്ത് കൊടുത്താൽ അത് കഴിയും എന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് LDF കൺവീനറുടെ ക്ലാരിഫിക്കേഷനോടെ വ്യക്തമാണ്. കാരണം ഇത് പാർട്ടിക്കകത്ത് അല്ല, മുന്നണിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് CPIയുടെ ദേശീയ നേതൃത്വത്തിന് തന്നെ വിരുദ്ധാഭിപ്രായമുണ്ട്, പലവട്ടം അവരത് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ ഒരാൾ ഒരു മുന്നണിയുടെ കാര്യം എന്ത് ചെയ്യുകയാണ്, പ്രതിപക്ഷ നേതാവ് അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ കത്ത് കൊടുത്താൽ അങ്ങ് തീരും എന്ന് പറയുന്നതിൽ ചെറുതല്ലാത്ത കുഴപ്പമുണ്ട്. ആ കുഴപ്പമുണ്ട് എന്ന് പിണറായി വിജയനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി വിജയൻ അത് ഓർമ്മിച്ചിട്ട് കാര്യമൊന്നുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ പാർട്ടി അണികൾക്ക് ഒരു മെസ്സേജ് കൂടി കൊടുക്കുകയാണ് LDF കൺവീനർ ചെയ്യുന്നത്. ഇതിങ്ങനെയല്ല, ഞങ്ങളിങ്ങനെയല്ല തീരുമാനിക്കുന്നത്, അദ്ദേഹം അങ്ങനെയൊക്കെ പറയും, പക്ഷേ പാർട്ടി മുന്നണിയോ അങ്ങനെയല്ല തീരുമാനിക്കുന്നത്, പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, CPIക്ക് കൊടുക്കുന്ന സന്ദേശം കൂടിയാണ്. ഇറ്റ് ഈസ് ഓൺ ടേബിൾ എന്ന് പറയുന്നതിലൂടെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഘടനാപരമായ മാറ്റം വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഉണ്ടാകും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ ഇനി മുന്നണിയെ പ്രതിപക്ഷത്ത് നിന്ന് നയിക്കുക എന്ന ചോദ്യം ചിലപ്പോൾ വിശാല സംസ്ഥാന കമ്മിറ്റി തന്നെ ചിലപ്പോൾ തീരുമാനം എടുക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് ഉപനേതൃ പദവി വേണ്ട എന്ന് പറയുന്നത്? CPIക്ക് എന്തോ ഒരു കൂടുതൽ പ്രിവിലേജ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം CN മോഹൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, 2 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ 5000 വോട്ട് പിടിക്കാൻ CPI കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ CPMൻ്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അദ്ദേഹം എന്തിനാണ് അത് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ CN മോഹൻ്റെ പരാമർശം നിലവിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാ റെബലിയൻ മൂവ്മെൻറ്റിന് അത്ര താല്പര്യമുള്ള ഇതല്ല, ആ പരാമർശമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നിരിക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഒരുപക്ഷെ ഉപനേതൃ പദവി സ്ഥാനം CPIക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസ് പൊതുജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്.
കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു, ഓണക്കാലത്ത് വലിയ വിലക്കയറ്റമാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ് വിലക്കയറ്റം ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ വിപണിയിലെ ഇടപെടൽ അത്ര പോരാ എന്നൊരു അഭിപ്രായം പ്രതിപക്ഷത്തിൻ്റെ അതൊക്കെ പറയാവുന്നതാണ്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നമ്മൾ വായിക്കും. കഴിഞ്ഞ വർഷമാണ് സഖാവെ ഞങ്ങൾ 450 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങിയെന്ന് പറഞ്ഞ ആൾ കമൻറ്റ് ചെയ്യുന്നത്. ഒരാൾ പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ അനുകൂലിച്ചൊരു കമൻറ്റ് പാർട്ടിക്കാരെങ്കിലും വേണ്ടേ? പാർട്ടിയുടെ ഒരു സൈബർ സംവിധാനമെങ്കിലും വന്നിട്ട് അതിനെ പിന്തുണയ്ക്കേണ്ടത്, അതില്ല. അപ്പോൾ അതുപോലെ പേപ്പറിൽ നോക്കി വായിച്ചുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ VS അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. VS അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എക്സ്റ്റംപർ ചെയ്യും കുറേ കാര്യങ്ങൾ, ഓർഗാനിക്കായിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഇതിനെ ഒന്നും പറയാനും പറ്റുന്നില്ല. ഈ പഴയ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടന്നു ഓരോ പേപ്പർ നോക്കി വായിച്ച് സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അട്രാക്റ്റീവ് എന്ന് പറയാം. ഒട്ടും അട്രാക്റ്റീവായ രീതിയല്ല ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു പ്രതിപക്ഷ ഉപനേതാവ് കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ചടുലമായ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ വരുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നവർ CPM-ൽ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലൊരു തീരുമാനം മിക്കവാറും ആ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമാണ് ഉണ്ടാവുക എന്നാണ്. അതെ ജിമ്മി, ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ CPM CPI-യുടെ ഈ ഉപനേതാവ് തർക്കമാണല്ലോ. അതിൽ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ കുറച്ച് വീക്കാണെങ്കിൽ പിന്നെ ഒരു CPM-കാരൻ തന്നെ ആ പദവിയിൽ വരാനല്ലേ പാർട്ടി ആഗ്രഹിക്കുക. അത് CPI കൊടുത്താൽ പിന്നെ വീക്കായ പ്രതിപക്ഷ നേതാവ് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന CPI നേതാവ് എന്ന് പറയുന്ന പ്രശ്നം CPM-ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ഒന്നത് മറ്റേത് പിണറായി വിജയൻ്റെ ഒരു ഓറ കഴിയാണ്. ഇതിനകത്തൊരു CPM CPI തർക്കം എന്ന് പ്രഥമദൃഷ്ട്യാ നമുക്ക് തോന്നും. പക്ഷേ കുറച്ചുകൂടെ അജിംസ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പിൽ പോകേണ്ട ഒരു വിഷയമുണ്ട്. പണ്ട് സ്റ്റാലിൻ മരിച്ചിട്ട് നികിത ക്രൂഷ്ചേവ് അധികാരമേറ്റെടുക്കുമ്പോൾ സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് സ്റ്റാലിൻ ചെയ്തത് മുഴുവൻ തെറ്റായതെന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ വാതിലുകൾ തുറന്നിടുകയാണ്. അപ്പം നികിത ക്രൂഷ്ചേവിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഇത്രയും കാലം താൻ എവിടെയായിരുന്നു എന്ന് ഒരു ശബ്ദം. അപ്പോൾ നികിത ക്രൂഷ്ചേവ് ചോദിച്ചു, ആരാണ് ആ പറഞ്ഞത്? ആരും മിണ്ടുന്നില്ല. അപ്പോൾ ക്രൂഷ്ചേവിൻ്റെ മറുപടി, കുറച്ചാൽ മുമ്പ് എൻ്റെ സ്ഥാനം അതായിരുന്നു എന്നാണ് ക്രൂഷ്ചേവിൻ്റെ മറുപടി. വെസ്റ്റിൻ്റെ കഥ കുറേ കൂടുന്നുണ്ട്. അല്ല, ഇതങ്ങനെയാണ്, ഇത് ചരിത്രമാണ്. മാത്രമല്ല നടന്നിരിക്കാൻ സാധ്യതയുമുണ്ട്, പോസിബിലിറ്റി സംഗതിയാണ് എന്ന് മാത്രമല്ല. അപ്പോൾ ഇതുപോലെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ഭയങ്കര ഒരു കൾട്ട് ഇമേജ് വീഴാൻ പോവാണ്. അതിൻ്റെ പല അലയൊലികൾ നിങ്ങൾ കാണുന്നുണ്ട് പാർട്ടിക്കകത്ത്. ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ സർക്കാരിനെതിരെ CPM-ഉം ഇടതുപക്ഷവും ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം വിഴിഞ്ഞത്തായിരുന്നു. വിഴിഞ്ഞത്ത് അദാനിയുമായിട്ടുള്ള ഡീലിൻ്റെ കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ EP ജയരാജൻ പറഞ്ഞു അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എന്തൊക്കെ പേരിൽ അതൊരു ആരോപണമെങ്കിലും ആണല്ലോ. അതെങ്ങനെയാണ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തള്ളിക്കളയുന്നത്? അവിടുന്ന് ഈ സാധനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ CPM-നെയാണ് മുമ്പിൽ നിർത്തുന്നത്. CPI-യോട് അടിക്കുന്നത് പിണറായി വിജയനല്ല, CPM-ന് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അതൊരു സ്ട്രാറ്റജി കൂടിയാണ്. പിണറായി വിജയൻ അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി മോഹനെ പോലെയുള്ള കുറേ ആളുകൾ ചേർന്ന് ഇതുവരെ അധികാരം കൈയാളിയിരുന്ന ഈ സംഘം CPI-യെ ആക്രമിച്ചുകൊണ്ട് നമ്മൾ CPM-കാർ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞൊരു പുതിയ സ്ട്രാറ്റജിയാണോ ബിൽഡ് ചെയ്യുന്നതെന്ന് പോലും ആലോചിക്കണം. അപ്പോൾ CPM-കാരെല്ലാവരും അണിനിരക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, CPM-കാർക്ക് CPM-ൻ്റെ രണ്ടാം നിര നേതാക്കൾക്കൊന്നും ഒരു താല്പര്യവും ഈ വിഷയത്തിലില്ല എന്ന് മാത്രമല്ല, ആ ഒരു മൂഡ് സെൻസ് ചെയ്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്കും ഇതിൽ വലിയ അതൃപ്തിയാണ്. ഇന്ന് LDF കൺവീനർ സത്യത്തിൽ പിണറായി വിജയനെ തള്ളിക്കളഞ്ഞില്ല, പക്ഷേ പിണറായി വിജയനെ അനുകൂലിച്ചുമില്ല. അതിപ്പോൾ ഞാനാണോ പറയേണ്ടത്? LDF കൺവീനർ വാക്കുകൾ ഞാനാണോ പറയേണ്ടത്? അവരുടെ കാര്യം അവരുടെ പാർട്ടി സെക്രട്ടറി പറയട്ടെ എന്ന് പറഞ്ഞ് ഒരു അഴകുഴമ്പൻ ലൈനിലാണ് പോയത്. അതുപോലും സ്റ്റാലിൻ്റെ കാലത്ത്, ക്ഷമിക്കണം, പിണറായി വിജയൻ്റെ കാലത്ത് പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ അതാണ് ഇതിനകത്തെ ഒരു മാറ്റമായി നമ്മൾ വരുന്നത്. പക്ഷേ ഇവിടെ CPI-യെ അടിക്കാൻ ഓങ്ങുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി CPM-നെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് വാടാ നമ്മളെ അടിക്കാൻ ആരുണ്ട് എന്ന മട്ടിൽ പിണറായി വിജയൻ്റെ അവസാനത്തെ ശ്രമമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ അതൃപ്തി, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയനായിരുന്നില്ല വരേണ്ടതെന്ന് കേന്ദ്രത്തിലുള്ള ഒരുപാട് പേർക്ക് അഭിപ്രായം. എല്ലാത്തിൻ്റെയും ഒരു ഫൈനൽ ഷോ ഡൗൺ ആയിട്ട് വിശാല സംസ്ഥാന യോഗം, നേതൃയോഗം വരുന്നു. അവിടെ സംഭവിക്കും. അവിടെ ഇതിനടക്കം, ഈ പറഞ്ഞതിനടക്കം പിണറായി വിജയൻ വിമർശിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPIM-നകത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇപ്പോൾ ഈ പദവിയെ ചൊല്ലിയുള്ള തർക്കം ഒരുപക്ഷെ എവിടെയെങ്കിലും അവസാനിക്കുമായിരിക്കും. CPIM-നകത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദീർഘകാലം നീണ്ടു നിന്ന, അത് കഴിഞ്ഞ 10 വർഷക്കാലമൊന്നുമല്ല, എത്രയോ കാലം, ഒരു 10-20 വർഷത്തോളത്തിലധികമായി പിണറായി വിജയനായിരുന്നു അതിനെ കൊണ്ടു നടന്നത്, അതിനെ ഭരിച്ചിരുന്നത്, ഏകശബ്ദം. അത് മാറാൻ പോവുകയാണോ എന്ന ക്വസ്റ്റ്യനാണ് കുറച്ചുകൂടെ ശബ്ദത്തിൽ മുഴങ്ങി നിൽക്കുന്നതെന്ന് തോന്നുന്നു.
കാണാം.